അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. നമ്മുടെ നേതാവായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജന്മദിനം ആഘോഷിക്കുന്ന ഈ വേദിയിൽ ഞാൻ നിങ്ങൾക്കൊരു കഥ പറഞ്ഞു തരാം. കഥയുടെ പേരാണ് പ്രജാക്ഷേമ കൽപ്പനനായ ഒരു രാജാവ്. ധാരാളം ഇബാദത്ത് ചെയ്തുകൊണ്ടിരുന്ന ഖുർആൻ മനഃപ്പാഠമാക്കിയ മഹ്മൂദുൽ അഫ്ന്ദി ആയിരുന്നു ആ രാജാവ്. തൻ്റെ നാട്ടിലെ 7 പ്രവശ്യകളാക്കി പല നാട്ടുരാജാക്കളെയും അദ്ദേഹം വിഭജിച്ചു നൽകി. അതിൽ ഒരു രാജാവിന് സുന്ദരിയായ മകളുണ്ടായിരുന്നു. അവളുടെ പേര് സുഹറ. മഹ്മൂദുൽ അഫ്ന്ദിയുമായി സുഹറയുടെ വിവാഹം ഉറപ്പിച്ചു വെച്ചിരിക്കുകയായിരുന്നു. നായാട്ടിനായി ദേഹത്ത് എണ്ണ തേച്ച് മഹ്മൂദുൽ അഫ്ന്ദി കൊട്ടാര മട്ടുപാവിലൂടെ ഉലാത്തുകയായിരുന്നു. ഖുർആനിന് അതീവ താല്പര്യം കാണിച്ച മഹ്മൂദുൽ അഫ്ന്ദി ഖുർആൻ സദാ മൊഴിഞ്ഞുകൊണ്ടിരുന്നു. ആലിമ്രാനിലെ 26ാമത്തെ ആയത്തെത്തിയപ്പോൾ മഹ്മൂദുൽ അഫ്ന്ദിക്ക് ഒരു സംശയം. എല്ലാ അധികാരവും എടുക്കുന്നവനും നൽകുന്നവനും നീയാണെങ്കിൽ എൻ്റെ അധികാരം ഈ സെക്കൻഡിൽ നീ എങ്ങനെ എടുക്കും? പെട്ടെന്നൊരു ഭടൻ ഓടി വന്ന് പറഞ്ഞു, മഹാരാജാവേ മഹാരാജാവേ, കൊട്ടാര പൂമുറ്റത്ത് ഒരു പുലി. പുലിയോ? മഹാരാജാവും മുറ്റത്തെത്തി. ഭടന്മാർക്കായി ഇവതും പുലിയെ ഓടിക്കാൻ ശ്രമിച്ചു. പക്ഷെ പുലി പിന്മാറുന്ന പ്രശ്നമില്ല. അവസാനം രാജാവ് തൻ്റെ ഉടവാൾ വലിച്ചൂരി പുലിക്കു നേരെ നീട്ടി. പെട്ടെന്ന് പുലി ഇടതൂർന്നു നിൽക്കുന്ന ഒരു കാട്ടിലേക്ക് ഓടിപ്പോയി. പിറകെ മഹ്മൂദുൽ അഫ്ന്ദി കുതിരപ്പുറത്തും. ദീർഘ പരിശ്രമത്തിന് ശേഷം പുലി കാട്ടിൽ അപ്രത്യക്ഷനായി. ക്ഷീണം കാരണം മഹ്മൂദുൽ അഫ്ന്ദി ഒരു പാറപ്പുറത്ത് കിടന്നുറങ്ങിപ്പോയി. അതേസമയം സുഹറയുടെ കൊട്ടാരത്തിൽ ഒരു കളവ് നടന്നിരിക്കുന്നു. സുഹറയുടെ വിവാഹാഭരണങ്ങളെല്ലാം ഒരു കള്ളൻ മോഷ്ടിച്ചു. ഇതറിഞ്ഞ രാജാവ് കോപിതനായി. ആളെവിടെ? 3 ദിവസത്തിനകം കള്ളനെ നമുക്ക് മുന്നിൽ ഹാജരാക്കുവിൻ. ഭടന്മാർ നാടാകെ തിരഞ്ഞു. പക്ഷേ കള്ളനെ കിട്ടിയില്ല. അവസാനം തല പോകുമെന്ന് ഭയന്ന് അവർ കാട്ടിലേക്ക് കാടുകയറി. കാടുകയറും വഴി അവർ വഴിയിലൊരു സാധനം കിടക്കുന്നത് കണ്ടു. ഒന്നും കൂടി ശ്രദ്ധിച്ചു നോക്കി. ദേഹത്ത് എണ്ണ തേച്ച് ഒരാൾ സുഖമായി ഉറങ്ങുന്നു. കള്ളനാണെന്ന് കരുതി മഹ്മൂദുൽ അഫ്ന്ദിയെ പിടിച്ചു കെട്ടി കൊട്ടാരത്തിലെത്തിച്ചു. ആരും അറിയാതെ വിചാരണ ചെയ്തു. 2 കൈയും വെട്ടിമാറ്റി വേദന കൊണ്ട് മധുരമൂറും സ്വരത്തിൽ തടവറയിലിരുന്ന് ഖുർആൻ പാരായണം ചെയ്യുകയാണ് മഹ്മൂദുൽ അഫ്ന്ദി. ഇതിൽ ആകൃഷ്ടരായ സുഹറ അദ്ദേഹം തൻ്റെ ഉസ്താദായി കിട്ടാൻ ആഗ്രഹിച്ചു. അങ്ങനെ ഒരു ദിവസം ഖുർആൻ ക്ലാസ് നടക്കുമ്പോൾ ആലിമ്രാനിൽ 26ാമത്തെ ആയത്തെത്തിയപ്പോൾ ഉസ്താദ് ബോധരഹിതരായി വീണു. കാര്യം അന്വേഷിച്ചപ്പോഴാണ് അത് മഹ്മൂദുൽ അഫ്ന്ദിയാണെന്ന് അവർക്ക് മനസ്സിലായത്. ഒരു കള്ളനെയും വിപരീതനുമായ ഒരാളെ ഭർത്താവായി കിട്ടില്ലെന്ന് മനസ്സിലാക്കിയ സൂറ ഒരു ഭ്രാന്തിയെ പോലെ അഭിനയിച്ചു. ഒപ്പം കള്ളനെ ഭർത്താവായി കിട്ടുവാൻ വാശി പിടിക്കുകയും ചെയ്തു. അന്ന് രാത്രി താൻ ചെയ്ത പാപത്തിന്റെ വണ്ണമോർത്ത് മനമൊരുക്കി പശ്ചാത്തപിക്കുകയായിരുന്നു മഹ്മൂദുൽ അഫ്ന്ദി. അന്ന് രാത്രി മഹ്മൂദുൽ അഫ്ന്ദി കിടന്നുറങ്ങുമ്പോൾ അതാ മുത്തുനബി കിനാവിൽ വരുന്നു. മുത്തുനബിയോട് തന്റെ വിഷമങ്ങളെല്ലാം പറഞ്ഞു. മുത്തുനബി 2 കൈയും നീട്ടാൻ ആവശ്യപ്പെട്ടു. മഹാത്ഭുതം! തിരുനബിയുടെ തിരുസ്പർശനമേറ്റതും കൈകൾ രണ്ടും പഴയ സ്ഥിതിയിലായി. ഇതൊരാളിൽ നിന്ന് മറ്റൊരാളിലേക്ക്. അങ്ങനെ കൊട്ടാരം മുഴുവൻ ഈ വാർത്ത പടർന്നു. ഇതറിഞ്ഞ രാജാവ് മഹ്മൂദുൽ അഫ്ന്ദിയുടെ കാൽക്കൽ വീണ് മാപ്പ് ചോദിച്ചു. രാജൻ, അങ്ങ് എന്നോടല്ലേ തെറ്റ് ചെയ്തത്? ഞാൻ എൻ്റെ രക്ഷിതാവായ അള്ളാഹുവിനോടാണ് തെറ്റ് ചെയ്തത്. അതിനുള്ള ശിക്ഷയാ എനിക്ക് ലഭിച്ചത്. പ്രിയരെ, അള്ളാഹു വിചാരിച്ചാൽ ഏതൊരു കാര്യവും മാറി മറിയുമെന്ന് നിങ്ങൾക്ക് മനസ്സിലായില്ലേ? അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.